ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു കൃപ നിറഞ്ഞ സായാഹ്നം നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. ഒരു കുരിശിൻ്റെ വഴിയെ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രത്യേകിച്ച് ഈ ഒരു നോമ്പ് കാലത്തിൽ നമ്മൾ 7 ആഴ്ചകൾ കുരിശിൻ്റെ വഴി ചൊല്ലുന്നവരാണ്. ഏറ്റവും സുപരിചിതമായ കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത് ആബേലച്ചൻ എഴുതിയ കുരിശിൻ്റെ വഴിയാണ്. പക്ഷേ ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ 5000-ലധികം കുരിശിൻ്റെ വഴിയുണ്ട്. വ്യത്യസ്തമായ കുരിശിൻ്റെ വഴികൾ. ആ കുരിശിൻ്റെ വഴികൾ എങ്ങനെ എൻ്റെ ഹൃദയത്തിൽ പതിയാമെന്നുള്ളതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. നമുക്കറിയാം, ആബേലച്ചൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു കാഴ്ചയുടെ ഭാഷയിൽ കുരിശിൻ്റെ വഴി എഴുതി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം അന്ന് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയും അദ്ദേഹത്തിൻ്റെ ഭാഷയ്ക്ക് അതിൻ്റേതായ കാഴ്ചകൾ സമ്മാനിക്കാനായിട്ട് സാധിച്ചിരുന്നു. കവിഞ്ഞൊഴുകുന്ന 2 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ, അങ്ങനെ ഓരോന്നും എടുത്തു പറയുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അവയെല്ലാം ഭാവനയിലേക്ക് കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതേ കുരിശിൻ്റെ വഴി തന്നെയാണ് പിന്നീട് മെൽ ഗിബ്സൺ തൻ്റെ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമയിൽ അവതരിപ്പിക്കുന്നത്. സിനിമ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. ആ സിനിമ കണ്ടവരൊക്കെയും കരഞ്ഞിട്ടുണ്ട്. ആ കണ്ട് അതോർത്ത് ഒരു പ്രാർത്ഥനയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സംവിധാനങ്ങളും സാഹചര്യങ്ങളൊക്കെ വളരും തോറും നമ്മുടെ പ്രാർത്ഥനാ ശൈലിയും വളരണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കറിയാം, പരിശുദ്ധ പാപ്പ കൊളോസിയത്തിൽ കുരിശിൻ്റെ വഴി നടത്തുന്നത് പോലും ഓരോ വർഷവും വ്യത്യസ്തമായ ശൈലിയാണ്. എഴുതുന്നത് പോലും ഓരോ വ്യക്തികളാണ്. നമ്മുടെയൊക്കെ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ ഈയിടെയായിട്ട് പല പള്ളികളിലും പല പ്രോഗ്രാമുകൾ നടത്തുന്നതിന് ഒരു വ്യത്യസ്തതയുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് മഞ്ഞനക്കാട് പള്ളിയിൽ KCYM കുരിശിൻ്റെ വഴി നടത്തിയത്. അതിനിട്ട പേര് എ സൈലൻറ്റ് കൺഫെഷൻ, ഒരു നിശബ്ദമായ കുമ്പസാരം നടന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് നമ്മുടെ ഇടവകയിൽ നടത്തിയതും നമുക്കറിയാം. അമ്മ വഴി, അതുപോലെ തന്നെ അവർ 14 പേർ, അങ്ങനെ ഓരോ വ്യത്യസ്തമായ കുരിശിൻ്റെ വഴികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജെറുസലേമിലൊക്കെ പോകുന്നവർക്ക് മനസ്സിലാകും, നമ്മൾ നടക്കുന്ന കുരിശിൻ്റെ വഴിയുടെ ദൂരം കിലോമീറ്ററുകളാണ്. പക്ഷേ വിശുദ്ധ നാട് സന്ദർശിച്ച് കടന്നു വരുന്ന ഓരോ മനുഷ്യനും പറയുന്നത് കർത്താവ് വളരെ കുറച്ച് മാത്രമാണ് നടന്നിട്ടുള്ളൂ. അതൊരു സത്യമാണ്. കാരണം നമ്മൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മനസ്സിലാകും. പിലാത്തോസിൻ്റെ ഭവനം മുതൽ കാൽവരി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 600-650 മീറ്റർ മാത്രമാണ്. അതായത് 1 കിലോമീറ്റർ പോലും ഇല്ല. ആ ഒരു കുരിശിൻ്റെ വഴിയാണ് നമ്മൾ നമ്മുടെ പള്ളിമുറ്റത്തേക്ക് കൊണ്ടുവരുന്നത്. നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ കുരിശിൻ്റെ വഴി ധ്യാനിക്കാനായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും അങ്ങനെയൊക്കെ തന്നെയാണ്. ആ വഴികളിലൂടെ നടക്കുമ്പോൾ എൻ്റെ ദൈർഘ്യമല്ല, എത്രത്തോളം ആ സ്ഥലങ്ങളും ആ ക്രിസ്തുമുഖങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു എന്നുള്ളതാണ് നോക്കേണ്ടത്. നമുക്ക് യാത്ര തുടരുമ്പോൾ നമ്മളെല്ലാ നോമ്പ് കാലഘട്ടത്തിലും കുറഞ്ഞത് 7 തവണയെങ്കിലും നമ്മൾ കുരിശിൻ്റെ വഴി പങ്കെടുക്കാറുണ്ട്. ഈ 7 തവണ പങ്കെടുക്കുമ്പോഴും ഞാൻ പരിചയപ്പെടേണ്ട ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആദ്യം കടന്നു വരുന്നൊരു ചോദ്യമുണ്ട്. എന്താണ്? ആരായിരിക്കും ഈ കുരിശിൻ്റെ വഴി ആദ്യമായിട്ട് നടന്നത്? നമ്മളെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ സിംതേരി സന്ദർശിക്കാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അപ്പനായിക്കൊള്ളട്ടെ, അമ്മയായിക്കൊള്ളട്ടെ, മരിച്ചു കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ സിംതേരിയിലേക്ക് വരും. പിന്നീട് ആ സംഭവങ്ങളെക്കുറിച്ച് ഓർക്കും. നല്ല ഓർമ്മകളെല്ലാം ഉള്ളിലൂടെ കടന്നു പോകും. ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആരായിരിക്കും നടന്നത്? അത് വേറെ ആരുമല്ല, പരിശുദ്ധ കന്യകാമറിയമാണ്. കന്യകാമറിയം തൻ്റെ മകൻ നഷ്ടപ്പെട്ടതിൻ്റെ ഓർമ്മയിൽ ആ മരിച്ച അടുത്ത ദിവസം തന്നെ ആരും കാണാതെ ഈ യാത്ര നടത്തിയിട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം മകൻ തന്ന നല്ല ഓർമ്മകൾ, അവനെ വളർത്തിയ നല്ല അനുഭവങ്ങൾ, അതിലൂടെ എല്ലാം കടന്നു പോകും. ആ കുരിശിൻ്റെ വഴിയിൽ ഈശോ വീണിടങ്ങളിലൊക്കെയും ഈ അമ്മ തൊട്ടുമ്മ വെച്ചിട്ടുണ്ട്. ചോര വീണിടങ്ങളിലൊക്കെയും കണ്ണുനീര് കൊണ്ട് നനച്ചിട്ടുണ്ട്. അങ്ങനെ ആരും കാണാതെ ഗാഗുൽത്താ വരെ, കാൽവരി വരെ നടന്ന് എത്തി ഈ കുരിശിൻ്റെ വഴി പൂർത്തിയാക്കിയിട്ട് ഉയർപ്പ് വരെയെങ്കിലും ഒരു 3 ദിവസം ഈ അമ്മ നടന്നിട്ടുണ്ടാകും. നമ്മൾ ചിന്തിക്കേണ്ടത്, ഇന്നിവിടെ ഈ കുരിശിൻ്റെ വഴി നടക്കുമ്പോൾ ആ അമ്മയുടെ പിറകെ തന്നെയാണ് ഞാൻ നടക്കുന്നത്. പക്ഷേ ഈ പോയ വഴികളിലൊക്കെയും ഞാൻ കാണേണ്ട കുറച്ച് മുഖങ്ങളുണ്ട്. ആ മുഖങ്ങളെ കാണാനാണ്, ആ മുഖങ്ങളൊക്കെയും ആഴത്തിൽ പതിയാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
അതുകൊണ്ട് തന്നെയും ഈ കുരിശിൻ്റെ വഴിയിൽ വിലപിക്കുന്നവരുണ്ട്, കരയുന്നവരുണ്ട്, ആശ്വസിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, തകർന്ന് വീഴുന്നവരുണ്ട്, വീഴ്ചകളെ ധ്യാനിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെയും ആ ഓരോ വ്യക്തിക്കും ഓരോ മുഖമാണ്. അതുകൊണ്ട് തന്നെയും ആ മുഖങ്ങളെ കാണാനായിട്ട്, ആ മുഖങ്ങളെ പരിചയപ്പെടാനായിട്ട്, ആ മുഖങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങാൻ, അത് ഹൃദയത്തിൽ പതിയാനായിട്ട് നമുക്ക് യാത്ര ആരംഭിക്കാം. 14 ഇടങ്ങൾ, പതിയാതെ പോയ 14 ക്രിസ്തു മുഖങ്ങൾ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ.